യുദ്ധം ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കേ അല്ല, യുദ്ധം നെഗറ്റീവായിട്ടൊരു വാക്കാണ്. അല്ലെങ്കിൽ ആക്രമണം, വയലൻസ്, ആയുധം ഉപയോഗിച്ചുള്ള കളി എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. ഹർഷൻ നേരത്തെ പറഞ്ഞത് 26 സാധാരണക്കാർ 13 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ടൂറിസ്റ്റുകളായിട്ട് വന്നെടുത്ത് വെച്ച് അവരെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ച് കൊന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത് രാഷ്ട്രതന്ത്രത്തിലുള്ളതാണ്. അത് ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യാനായി എന്നതാണ് ഇതിലേറ്റവും വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതായത് ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ 15 ദിവസത്തോളം കാത്ത് നിന്ന് അമിതാവകാശമില്ലാതെ സട്ടിലായിട്ട് ചെയ്ത ഈ ആദ്യ ആക്രമണത്തിൽ തന്നെ മസൂദ് അസർ എന്ന് പറയുന്ന ലോകവ്യാപകമായിട്ട് തന്നെയും അതിതീവ്രമായ ഭീകരവാദി എന്നെല്ലാവർക്കും അറിയാവുന്നയാൾ എനിക്ക് വേദനിച്ചിരിക്കുന്നു എന്ന് അയാൾ തന്നെയും സ്ഥിരീകരിച്ച് പറയുക എന്ന കാര്യം ഇവിടെ ഉണ്ടായി എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യത, ആ ആക്രമണത്തിൻ്റെ കൃത്യത, പ്രതിരോധത്തിൻ്റെ കൃത്യത എത്രമാത്രമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ്. മസൂദ് അസർ എന്ന ഏറ്റവും വലിയ തീവ്രവാദി എനിക്ക് വേദനിച്ചിരിക്കുന്നു, എനിക്ക് മുറിവേറ്റിരിക്കുന്നു എന്ന് പറയുക എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടാണ് സേന ഈ കാര്യങ്ങൾ നടപ്പാക്കിയത്. അമിതാവേശമില്ലാതെ 15 ദിവസം കാത്തു നിന്ന് അതികൃത്യതയോടുകൂടി സിവിലിയൻസിന് പരിക്കുകളില്ലാത്ത വിധം പെഹവാൻപൂർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പഞ്ചാബിൻ്റെ ഈ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഭീകര കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യമാക്കിയിട്ട് അടിക്കാൻ സാധിച്ചു എന്നത് ലോകത്തിനാർക്കും മറ്റു രാഷ്ട്രങ്ങൾക്ക് വല്ലാത്ത തോതിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത വിധം അത് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു.